വ്യവസായി CJ റോയിയുടെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. ബംഗളൂരു KSK റിസോർട്ടിലാണ് സംസ്കാരം ചടങ്ങ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ പൊതുദർശനം ഉണ്ടായിരുന്നു. KB ശ്രീധരൻ അവിടെ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീധരൻ, ചടങ്ങുകൾ ആരംഭിക്കാറായോ? വളരെ വൈകാരികമായ രംഗങ്ങളായിരുന്നു. കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് ആരൊക്കെയാണ്, മറ്റ് പ്രമുഖർ ആരൊക്കെ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്? സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും. നിലവിൽ പള്ളിയിലെ സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം ഇപ്പോൾ ഈ റിസോർട്ടിലേക്ക് തിരിച്ചെത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം എന്ന നിലയ്ക്കാണ് ഈ റിസോർട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഈ റിസോർട്ടിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ചിലവഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരു അന്ത്യവിശ്രമം എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇവിടെ തന്നെ അദ്ദേഹത്തെ അടക്കണം എന്നുള്ളൊരു ആവശ്യം അദ്ദേഹം മുന്നേ തന്നെ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടുംബം ഇങ്ങനെയൊരു കാര്യം ചെയ്തിരിക്കുന്നത്. സാധാരണ പതിവുകൾക്ക് വിട്ട് സാധാരണ ദേവാലയത്തിലെ സെമിത്തേരിയിൽ അടക്കുന്നതിന് പകരം ഇവിടെ ഈ സ്ഥലത്ത്, ഈ സ്വച്ഛശാന്തമായിട്ടുള്ള ഈ സ്ഥലത്ത് ഒരു അന്ത്യവിശ്രമത്തിന് സൗകര്യമൊരുക്കുന്നത് നിരവധി ആളുകൾ ഈ പൊതുദർശനത്തിനും മറ്റും ഇവിടേക്ക് എത്തിച്ചേരുകയൊക്കെ ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് മലയാളത്തിൽ നോക്കിയാൽ ആൻ്റണി പെരുമ്പാവൂർ, അതുപോലെ തന്നെ സംവിധായകൻ VK പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ വിവിധ രാഷ്ട്രീയ നേതാക്കൾ, കർണാടകയിലെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ, മന്ത്രി രാമലിംഗ റെഡ്ഡി ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ഇവിടേക്ക് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. വലിയ ഒരു കാലം ബംഗളൂരുവിൽ ചെലവഴിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ബംഗളൂരുവിലെ ജനാവലി തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് രാവിലെ മുതൽ തന്നെ, രാവിലെ 10 മണിക്കാണ് ഈ സ്ഥലത്തേക്ക്, ഈ റിസോർട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിച്ചത്. അപ്പോൾ മുതൽ തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ബന്ധുക്കൾ മാത്രമല്ല, സുഹൃത്തുക്കൾ മാത്രമല്ല, കേട്ടറിഞ്ഞെത്തുന്ന നിരവധി ആളുകളുണ്ട്. അതായത് അദ്ദേഹം സഹായിച്ച വ്യക്തികളുണ്ട്. അതിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുടുംബത്തിന് പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് ഈ സംസ്കാര ചടങ്ങുകളുടെ ഭാഗത്തുനിന്ന് മാധ്യമങ്ങളെ നീക്കിയിരിക്കുന്നത്. പള്ളിയിലെ ചടങ്ങുകൾക്കും അതിനുള്ള വളരെ സ്വകാര്യമായിട്ടുള്ള ചടങ്ങായിട്ട് തന്നെയാണ് ഇതെല്ലാം തന്നെ നടത്തുന്നത്. നിലവിലേതായാലും നടപടികളിവിടെ പുരോഗമിക്കുന്നു. ഈ മതാചാരപരമായിട്ടുള്ള ചടങ്ങുകളെല്ലാം തന്നെ ദേവാലയത്തിൽ പൂർത്തിയാക്കി അതിനുശേഷം ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഏതാണ്ട് 10 മിനിറ്റിനകം തന്നെ ഇവിടുത്തെ ചടങ്ങുകളും പൂർത്തിയാകും. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെല്ലാം, കുടുംബാംഗങ്ങൾ, ഭാര്യ, മകൾ, മകൻ, സഹോദരങ്ങൾ ഉൾപ്പെടെ, അമ്മ ഉൾപ്പെടെ ഇവിടെ എല്ലാവരുമുണ്ട്. പ്രത്യേകിച്ച് രാവിലെ ഈ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയെ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. ആ സമയത്ത് അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വല്ലാതെ ഒരു വൈകാരിക രംഗങ്ങൾക്ക് തന്നെയാണ് ഇവിടം സാക്ഷ്യം വഹിച്ചത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വൻ ജനാവലി ഇവിടെ എത്തിയിട്ടുണ്ട്. അവസാനമായി അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഇടത്ത് നിന്ന് യാത്ര നൽകുന്നതിന് വേണ്ടി വൻ ജനാവലി തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരാൾക്കൂട്ടത്തിൻ്റെ ഒരു യാത്രയോടുകൂടി തന്നെയാണ് CJ റോയി എന്ന മനുഷ്യൻ ഇപ്പോൾ കാലയവനികയ്ക്കുള്ളിലേക്ക് മറയുന്നത്. വിവിധ മേഖലകളിൽ കയ്യൊപ്പ് പതിപ്പിച്ച ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ബാംഗ്ലൂരിനെ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക്, 2000-ന് ശേഷം ബാംഗ്ലൂരിനെ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. ഒരു ബിൽഡർ എന്ന നിലയിൽ മാത്രമല്ല, നിരവധി ആളുകളെ സഹായിച്ച ഒരു വ്യക്തി എന്ന നിലയിലൊക്കെ അദ്ദേഹം വളരെ അധികം പ്രാധാന്യം ഈ ബംഗളൂരുവിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മതജാതി വർഗഭേദമന്യേ നിരവധി ആളുകൾ, രാഷ്ട്രീയ ഭേദമന്യേ നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തീർത്തും സ്വകാര്യമായിട്ടുള്ള ചടങ്ങുകളാണ്. കുടുംബം മാത്രമാണ് അദ്ദേഹത്തെ അടക്കം ചെയ്യുന്ന കുഴിയുടെ അടുത്ത്, കുടുംബം അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് അവിടെയുള്ളത്. ഇനി മറ്റ് നടപടികൾ ബാക്കി, അതിലേക്ക് അദ്ദേഹത്തെ സംസ്കരിക്കുന്ന ചടങ്ങുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഏതായാലും അന്വേഷണവും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എന്തിന് അദ്ദേഹം ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തു എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. ഈ ചടങ്ങുകൾക്കൊക്കെ ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉറ്റവരിൽ നിന്നും അല്ലെങ്കിൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവരിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിക്കുക, മൊഴിയെടുക്കുകയൊക്കെ ഉണ്ടാവുക. എങ്കിലും പ്രാഥമികമായ ഒരു അന്വേഷണത്തിലേക്ക് SIT കടക്കുകയും ചെയ്തിട്ടുണ്ടോ ഇന്നലെ തന്നെ?
ಗಾಡಿ ಮೂವ್ ಆಗುತ್ತೆ ಕೆಳಗಡೆ ಹಿಡಿಯಪ್ಪ. പ്രാഥമികമായിട്ട് ഈ പറയുന്ന ആളുകളുടെ എല്ലാം മൊഴി എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ ഉൾപ്പെടെ മൊഴിയെടുത്തിട്ടുണ്ട്. അതായത് ഇന്നലെ അൾസൂരിലെ ഹോട്ടലിൽ വെച്ച് ഭാര്യയുടെയും മക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെയാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും മൊഴി എടുക്കുന്ന നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം ഒരു മനുഷ്യായുസ് മുഴുവൻ ജീവിച്ച മണ്ണിൽ നിന്ന് വിട പറയുകയാണ് CJ റോയി എന്ന് പറയുന്ന ഒരു വലിയ വ്യക്തിത്വം. ഏതായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അന്വേഷണം ഇപ്പോൾ പ്രത്യേക സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതിൽ തന്നെ ഈ കുടുംബം ആരോപിച്ചിരുന്ന ഒരു പ്രധാന കാര്യം ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വലിയ സമ്മർദ്ദം CJ റോയിക്ക് ഉണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹം ജീവനൊടുക്കി, ഗത്യന്തരമില്ലാതെ ജീവനൊടുക്കി എന്നുള്ള ഒരു കാര്യമാണ് കുടുംബം ആരോപിക്കുന്നത്. ഏതായാലും ഉദ്യോഗസ്ഥർ ആ കാര്യങ്ങളെല്ലാം തന്നെ നിഷേധിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് പരിശോധനകളൊക്കെ പുരോഗമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ആരോപണങ്ങളെ പാടെ തള്ളുകയാണ് ആദായ നികുതി വകുപ്പ്. ഇവരുടെ എല്ലാം തന്നെ മൊഴി എടുത്തിട്ടുമുണ്ട് പോലീസ് പ്രാഥമികമായി സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം, അന്നത്തെ ദിവസം ഈ യാതൊരു വിധത്തിലുള്ള ചോദ്യം ചെയ്യലുകളും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മരണം നടന്ന ദിവസം യാതൊരു വിധത്തിലുള്ള ചോദ്യം ചെയ്യലുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ എന്തിന് അദ്ദേഹം ഇത് ചെയ്തു എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണുകൾ, പേഴ്സണൽ ഡയറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്.